നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. LDFിലെ ഘടകകക്ഷിയായ CPIക്ക് 4 മണ്ഡലങ്ങളാണ് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, മാവേലിക്കര, തൃശ്ശൂർ, വയനാട്. ഈ 4 ഇടങ്ങളിൽ 3 ഇടവും സ്റ്റാർ മണ്ഡലം തന്നെയാണ്. തിരുവനന്തപുരവും തൃശ്ശൂരും വയനാടും. വയനാട് സ്റ്റാർ മണ്ഡലമായത് ഈ അടുത്ത സമയത്താണ്. രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ഇറങ്ങിയതോടുകൂടിയാണ്. രാഹുൽ ഗാന്ധിക്ക് ഹിന്ദി തട്ടകത്തിൽ ഇപ്പോൾ ഇടമില്ലല്ലോ. അതുകൊണ്ട് കോൺഗ്രസിലെ ഏത് കുറ്റിച്ചൂലിനെ കൊണ്ട് നിർത്തിയാലും ജയിക്കുന്ന ഒരിടമാണ് വയനാട്. അതുകൊണ്ട് വളരെ സുരക്ഷിതമായ ഇടത്ത് വന്ന് നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ വരണ്ട, ഇനി അടുത്ത തവണ എത്തിയാൽ മതി, അപ്പോൾ വരുമ്പോഴും സുഖമായിട്ട് ജയിച്ചു പോവുകയും ചെയ്യാം. അതുകൊണ്ടാണ് 2019 ശേഷം ഇപ്പോൾ 2024 വരാൻ പോകുന്നത്. അവിടെ ആനി രാജയാണ് എതിർക്കുന്നത് CPIയിലെ. അതുപോലെ തിരുവനന്തപുരം എന്ന് പറയുന്നത് CPIയിലെ വമ്പന്മാർ വാഴുകയും വീഴുകയും ചെയ്തിട്ടുള്ള മണ്ഡലമാണ്. തൃശ്ശൂരിലെ ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് അവിടെ BJP കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. BJPയുടെ ഒരു രാഷ്ട്രീയ തലസ്ഥാനം തന്നെയായി മാറിയിരിക്കുകയാണ് തൃശ്ശൂർ. സുരേഷ് ഗോപി അവിടെ മത്സരിക്കുന്നത് കൊണ്ടാണ് അവിടെ കൂടുതൽ ശ്രദ്ധേയമായി മാറുന്നത്. അവിടെ CPIയുടെ മണ്ഡലം തന്നെയാണ്. പക്ഷേ ഈ 4 ഇടങ്ങളിലും ഈ CPIയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഇടങ്ങളിൽ ഒന്നും തന്നെ CPMകാർ വർക്ക് ചെയ്യാൻ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ തിരുവനന്തപുരത്തെ കാര്യം തന്നെ നോക്കുക. തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് CPI 3ാം സ്ഥാനത്തേക്ക് പോവുകയാണ്. ഇക്കുറിയും അത് തന്നെയാണ് കാണുന്നത്. CPIക്കാരുടെ ഈ കൊടുത്തിരിക്കുന്ന ഈ സീറ്റിൽ ഇവിടെ CPMകാരും തിരുവനന്തപുരത്തുള്ള CPM പ്രവർത്തകരും സംഘടനാ സംവിധാനവും മുഴുവൻ പോയിരിക്കുന്നത് ആറ്റിങ്ങലിലേക്കാണ് പോയിരിക്കുന്നത്. കാരണം ആറ്റിങ്ങൽ CPMന്റെ കോട്ടയാണ്. 2019 നഷ്ടമായി. അത് തിരിച്ചു പിടിക്കണം. സമ്പത്തിലൂടെ നഷ്ടമായതാണ്. തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുകൊണ്ടാണ് ജോയിയെ ഇറക്കിയിരിക്കുന്നത്. സംഘടനാ സംവിധാനം മുഴുവൻ അവിടെ പ്രവർത്തിക്കുകയാണ്. അതുപോലെ മാവേലിക്കരയിലില്ല. അവർ തൊട്ടടുത്തുള്ള CPMന്റെ മണ്ഡലങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെ ഇറക്കിയിരിക്കുകയാണ്. അതുപോലെ തൃശ്ശൂരിൽ CPIക്ക് വേണ്ടി പ്രവർത്തിക്കാൻ CPMകാരില്ല. അവരെല്ലാം ആലത്തൂരിലേക്ക് പോയിരിക്കുകയാണ്, പാലക്കാടേക്കും പോയിരിക്കുകയാണ്. ഇവിടെ 2 ഇടത്തും CPMന്റെ തലമുതിർന്നവരാണ് നിൽക്കുന്നത്. അഭിമാന പോരാട്ടമാണ്. ആലത്തൂരിൽ രാധാകൃഷ്ണനാണ് മത്സരിക്കുന്നത്. തോൽക്കാൻ പാടില്ല. പാലക്കാട് വിജയരാഘവനാണ്. ജയിക്കണം, ജയിച്ചേ തീരൂ എന്നുള്ളത് കൊണ്ട് പാർട്ടി അത്തരത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അതുപോലെ വടകരയിലേക്കും പലയിടങ്ങളിൽ ഇവിടെ നിന്നും പോയിട്ടുണ്ട് വടകരയിലേക്ക് പ്രവർത്തിക്കാനായിട്ട്. അവിടെ ശൈലജയെ വിജയിപ്പിക്കണം. പിണറായി വിജയന് പ്രത്യേക ആഗ്രഹവുമുണ്ട് വടകരയിലെയും ആലത്തൂരിലെയും സ്ഥാനാർത്ഥികളെ ഇവിടെ നിന്ന് CPM സ്ഥാനാർത്ഥികളെ ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിടണമെന്ന്. കാരണം അത് ഏവർക്കും ഏത് പ്രേക്ഷകർക്കും അത് അറിയാമായിരിക്കും. കാരണം റിയാസിന് വേണ്ടി കാര്യങ്ങളൊക്കെ സുതാര്യമാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ CPIക്ക് കൊടുത്തിരിക്കുന്ന മണ്ഡലങ്ങളിൽ CPMന്റെ പ്രവർത്തകരില്ല എന്നുള്ളതാണ്. കാരണം CPI എപ്പോഴും CPMന്റെ ചവിട്ടും കുത്തും ഏറ്റുകിടക്കുന്ന ഇടം പാർട്ടി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് 15 മണ്ഡലങ്ങളാണുള്ളത്. ഒന്ന് കേരള കോൺഗ്രസിന് കൊടുത്തിരിക്കുകയാണ്, കോട്ടയം. അപ്പോൾ 15 മണ്ഡലങ്ങളിൽ എങ്ങനെയെങ്കിലും ഒരു 6 എണ്ണമെങ്കിലും പിടിച്ചെടുക്കണമെന്നാണ് CPM കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് CPIക്കാരുടെ കാര്യം ഇപ്പോൾ അവതാളത്തിലായിരിക്കുകയാണ്. ഇനി തൃശ്ശൂരിൽ CPIയുടെ സ്ഥാനാർത്ഥി സുനിൽകുമാർ ജയിക്കുന്നുണ്ടെങ്കിൽ അത് സുനിൽകുമാറിൻ്റെ കഴിവ് കൊണ്ട് മാത്രമായിരിക്കും എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അവിടെ മാവേലിക്കരയിൽ ഇനി CPI ജയിക്കുന്നുണ്ടെങ്കിൽ അത് കൊടിക്കുന്നിലിനെ മടുത്തത് കൊണ്ടാണ്. 9ാമത്തെ തവണ കഴിഞ്ഞു, ഇനിയും 10ാമത്തെ തവണയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസിൽ ഈ പടുകിഴവന്മാരും കടൽക്കിഴവന്മാരും ഒക്കെ ഇങ്ങനെ മത്സരിക്കാൻ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അത്തരത്തിലായിരിക്കും വിജയമുണ്ടാകാൻ പോകുന്നത്. തിരുവനന്തപുരത്തെ കാര്യമായിരിക്കും വളരെ പരിതാപകരം. എന്തായാലും CPMകാർ CPIക്കാരെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്.